റോസ്റ്റ് ചെയ്യാൻ നല്ല അപരാധ പടങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് റീമേക്ക് മൂവീസ് തപ്പിപ്പോയപ്പോഴാണ് സൽമാൻ ഖാന്റെ ഒരു റീമേക്ക് അപരാധ പടം കണ്ടത്, ബോഡി ഗാർഡ്. അതെ, നമ്മുടെ ദിലീപിന്റെ ബോഡി ഗാർഡ് പടത്തിന്റെ ഒരു മാസ്റ്റർ പീസ് അപരാധ റീമേക്ക് പടമായതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിനിൽ നിന്നും അടുത്ത ട്രെയിനിലേക്ക് ചാടി പോകുന്നത്, ഇങ്ങനത്തെ കുറച്ച് അപരാധങ്ങൾ മാത്രം. അപ്പോൾ പടം തുടങ്ങുന്നത് കുറച്ച് പൊട്ടന്മാർ ചേർന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഓ, ഇവരെയൊക്കെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വേണമല്ലോ. സോ അവരെ രക്ഷിക്കാൻ നമ്മുടെ ഹീറോ തയ്യാറെടുക്കും. പക്ഷേ ഹീറോയ്ക്ക് ഇപ്പം തന്നെ അവരെ രക്ഷിക്കണം. ബട്ട് ഇപ്പോൾ ട്രെയിനിലാണ് നിൽക്കുന്നത്. സോ അടുത്ത സ്റ്റേഷനിൽ വരെ പോകാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ കുറച്ച് മാസൊക്കെ കാണിച്ച് പറന്നു പോകും. സൽമാൻ ഖാൻ എന്ത് ഗ്രാവിറ്റി അല്ലേ. അങ്ങനെ നമ്മുടെ ഹീറോ പറന്നു പോയി പെണ്ണുങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തും. ബൈ ദ ബൈ, ആർക്കും അറിഞ്ഞൂടാത്ത ഇവരുടെ ഒളിത്താവളം നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ നമ്മുടെ ഹീറോയുടെ പ്രത്യേകതരം സൂപ്പർ പവേഴ്സ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ കുറച്ച് വെറൈറ്റി ഫൈറ്റ് ഒക്കെ കാണിച്ച് മാസായിട്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇത്രയ്ക്കും പവർ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പോലും ഇല്ലടാ. നമ്മുടെ ഹീറോ പടത്തിൽ ഒരു ഒഫീഷ്യൽ ബോഡി ഗാർഡാണ്. അങ്ങനെ വെറും ഒരു ബോഡി ഗാർഡ് ഒന്നുമല്ല, നല്ല വിങ്സ് ഒക്കെ കാണിച്ച ഒരു ജിംനാസ്റ്റിക് ബോഡി ഗാർഡാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് അടുത്തൊരു ജോലി കിട്ടുന്നത്. ഒരു വലിയ വീട്ടിലെ പെണ്ണിന് ബോഡി ഗാർഡ് വേണം. ഇത് കേട്ടത് നമ്മുടെ ഹീറോ പെട്ടിങ്ങിടക്ക് എടുത്തോണ്ട് നേരെ ആ വീട്ടിലേക്ക് വിടും. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഹീറോ. ഈ പടത്തിലെ നടിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകതര അസുഖങ്ങളുള്ള നടിയാണ്. അതേ, ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടാണ് നമ്മുടെ ഹീറോയിന്റെ എൻട്രി. ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി സ്വന്തം വളയൊക്കെ എടുത്തിട്ട് എന്തൊന്നൊക്കെയാ കാണിക്കും. ഇവൾക്ക് എന്താ വയ്യേ. അങ്ങനെ നമ്മുടെ ഹീറോ ആ വീട്ടിലേക്ക് എത്തും. അങ്ങനെ വെറുതെ ചെന്ന് കയറിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, സോ കുറച്ച് മാസൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഒരു ആവശ്യവും ഇല്ലാതെ കുറച്ചുപേരെ എടുത്തിട്ട് തല്ലും. ഇതൊക്കെ കണ്ട അവിടുത്തെ മെയിൻ മാരണത്തിന് ഇംപ്രസ് ആവും. പക്ഷേ നമ്മുടെ ഹീറോയെ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. മേ ബി മസിലുള്ളതുകൊണ്ടാവാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോ ഡ്യൂട്ടിക്ക് കയറും. വീട്ടിൽ നിന്നും വൈറ്റ് ഷർട്ടും ബ്രൗൺ പാൻസും ഇട്ടുകൊണ്ട് പോയ നമ്മുടെ ഹീറോ കോളേജിൽ എത്തിയപ്പോൾ ഫുൾ ബ്ലാക്ക് സൂട്ടും ഇട്ട് വെറൈറ്റി സ്റ്റൈലിലൊക്കെ സ്ലോ മോഷനിൽ കാറിൽ നിന്ന് ഇറങ്ങും. നമ്മുടെ ഹീറോയ്ക്ക് ലേഡീസ് ടോയ്ലറ്റ് അങ്ങനെ ഒന്നുമില്ല. എവിടെ അവർ പോയിരുന്നാലും അവരുടെ പിറകെ നമ്മുടെ ഹീറോയും പോകും. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ ചെന്ന് ലേഡീസ് ടോയ്ലറ്റിൽ ചെന്ന് കയറും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും ഒരു അടിയും കൊടുത്ത് പറഞ്ഞു വിടുവന്നു. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. പെണ്ണുങ്ങളെല്ലാം നമ്മുടെ ഹീറോയെ കണ്ടതും പേടിച്ച് അലാറം വെച്ച് വെളിയിലേക്ക് ഇറങ്ങി ഓടും. എന്ത് കണ്ടിട്ടാടാ എല്ലാരും അലറി വിളിച്ചുകൊണ്ട് വെളിയിൽ വന്നത്? ഇത്രയും കഴപ്പുകൾ കാണിച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കൂസലും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ഹീറോയുടെ പാൻസിനെ അങ്ങ് കരിപ്പിക്കും. നമ്മുടെ ഹീറോ ഒരു ഡിസിപ്ലിൻ ബോഡി ഗാർഡ് ആയതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു ബ്ലാക്ക് യൂണിഫോം പോയി വാങ്ങിച്ച് ഇട്ടുകൊണ്ട് വരും. അങ്ങനെ ഹീറോയിൻ നമ്മുടെ ഹീറോയുടെ യൂണിഫോം മാറ്റാൻ വേണ്ടി ഹീറോയെ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് വിളിച്ച് കൊഞ്ചിക്കൊഴി. പക്ഷേ അതിലൊന്നും നമ്മുടെ ഹീറോ വീഴത്തില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് ഇവരെ എണീപ്പിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ ഹീറോയെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഡേയുടെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കട്ട് ചെയ്താൽ തീരുന്ന പ്രശ്നമില്ലടാ ഉള്ളൂ. ബട്ട് അതൊന്നും നമ്മുടെ ഹീറോ ചെയ്യില്ല, ബിക്കോസ് നമ്മുടെ ഹീറോയ്ക്ക് പെണ്ണില്ല. അങ്ങനെ നമ്മുടെ ഹീറോയെ മൂപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ കുറച്ച് കൊണയൊക്കെ അടിക്കും. अब तो तुम और भी हॉट लगने लगे हो. So hot yet so cool. എന്തോന്നടേ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോരുത്ത് പറഞ്ഞതും നമ്മുടെ ഹീറോ ഉടനെ യൂണിഫോം വരെ മാറ്റി. അങ്ങനെ നമ്മുടെ മാസ് ഹീറോ ഇതുവരെ കാണാത്ത പെണ്ണിന് വേണ്ടി ഒരു പൂക്കി ഹീറോ ആയിട്ട് മാറും. അവിടേക്ക് നമ്മുടെ ഹീറോനെ കൊല്ലാൻ നമ്മുടെ മെയിൻ വില്ലൻ വരും. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് മാസൊക്കെ കാണിച്ച് വില്ലന്റെ അനിയനെ അങ്ങ് സിമ്പിൾ ആയിട്ട് കൊല്ലും. ഈ യൂണിവേഴ്സിൽ പോലീസ് ഒന്നും ഇല്ലേടേ. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ പടത്തിലെ മെയിൻ വില്ലൻ വരും. സ്വന്തം അനിയന്റെ ചടങ്ങിൽ മാസിന് ഒരു കുറവും വരത്തില്ലെന്ന് വിചാരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ സ്കിപ്പ് ചെയ്താൽ പടത്തിന്റെ ക്ലൈമാക്സ് എത്തും. അപ്പോഴേക്കും വില്ലന്റെ ഒരു ഐക്കോണിക് പ്ലാനിൽ ഹീറോയിനെ കൊല്ലാൻ ശ്രമിക്കും. എന്തോന്നൊക്കെയാടാ പണ്ണി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ മാസിൽ ചാടി ചവിട്ടി ആ ഹെലികോപ്റ്റർ തന്നെ അങ്ങ് പണ്ണി വിടും. എന്നിട്ട് അവരെല്ലാം അടിച്ച് കൊന്നതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒളിച്ചോടാൻ പോകും. നമ്മുടെ ഹീറോ ലവ് ചെയ്തത് ഒരു ഗോൾഡിനാണെങ്കിലും അവിടെ നിന്നും കിട്ടിയത് ഒരു ഡയമണ്ട് ആയിരുന്നു. യെസ്, നമ്മുടെ ഹീറോയിനെ ആ ഫ്രണ്ട് ചതിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ ഈ കാര്യം എല്ലാം അറിയുന്നു. സോ ആ ടൈമിൽ മറ്റവൾ പടമാവുന്നു. സോ ഇവളെയും കെട്ടുന്നു, പടം തീർക്കുന്നു.